السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أفضل المخلوقين وعلى سائر الأنبياء والأجمعين. ألف ألف صلاة وألف ألف سلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال سيدنا وحبيبنا محمد صلى الله عليه وسلم: من حج ولم يرفث ولم يفسق رجع من ذنوبه كيوم ولدت أمه. صدق رسول الله صلى الله عليه وسلم. جد بلطفك يا إلهي من له زاد قليل مفلسا بالصدق يأتي عند بابك يا جليل. كيف حالي يا إلهي ليس لي خير العمل سوء أعمالي كثير زاد طاعاتي قليل. قل لنار نبردي يا رب في حقي كما قلتها يا نار كوني أنت في حق الخليل. ഏറ്റവും ബഹുമാനമുള്ള ഹാജിമാർ, ഹജ്ജുമ്മമാർ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രധാനമായി നടക്കാനിരിക്കുന്ന നമ്മുടെ ക്ലാസിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ കേരളക്കരയിൽ നമുക്കറിയാം, ഒരുപാട് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളും കൂടാതെ ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹജ്ജ് ഗ്രൂപ്പും ആ കൂട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് എടുത്തു പറയാനുള്ളതാണ് പുത്തനത്താണി ആസ്ഥാനമായി പ്രവർത്തിക്കുകയും 20 കൊല്ലത്തോളം പഴക്കമായി ജനങ്ങളെ ഹജ്ജിന് കൊണ്ടുവരികയും നല്ല ഒരു താല്പര്യവും അവരുടെ സ്നേഹവും ഒക്കെ കൈപ്പറ്റിയ മബ്രൂക്ക് ഹജ്ജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് 20 കൊല്ലക്കാലത്തോളം അത് പിന്നിട്ടിട്ടും ജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പുണ്ടാക്കി തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ മറ്റ് കൂടുതൽ പരസ്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഓരോ വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് ഹാജിമാരെ വിളിക്കുകയോ ഉള്ള സ്വഭാവം ഇത്തരം കാലയളവിൽ മബ്രൂക്കിന് ഉണ്ടായിട്ടില്ല. അതേ സമയത്ത് പല ഭാഗങ്ങളിലുള്ളതാകുന്ന ആളുകളെ ഒരുമിച്ച് കൂടിയിട്ടും അല്ല യഥാർത്ഥത്തിൽ മബ്രൂക്ക് ഹജ്ജ് ഗ്രൂപ്പ് ജനങ്ങളെ കൊണ്ടുപോകാറുള്ളത്. മറിച്ച് സ്വന്തം നാട്ടിൻ്റെ പരിസരത്തുള്ള ഹാജിമാരുടെയും ഹജ്ജുമ്മമാരുടെയും നല്ല അഭിപ്രായത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു യാത്ര മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്നേ വരെ ഈ ഗ്രൂപ്പിനുള്ളത്. ഇതിൻ്റെ വന്യരാകുന്ന ഓർഗനൈസർ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹാജി നേരത്തെ
ബോംബെയിലും മറ്റുമൊക്കെ ഇരുന്ന് ട്രാവൽ രംഗത്ത് പ്രവർത്തിക്കുകയും അതിനു മുമ്പ് സൗദിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ആയിരക്കണക്കാകുന്ന ഹജ്ജുമ്മമാരെ ഹജ്ജിന് കൊണ്ടുപോയി നല്ല നിലക്ക് എത്തിക്കുകയും ചെയ്ത അനുഭവം പലരും എടുത്തു പറയാറ് ഇന്നും ഉണ്ട്. അവസാനം മഹാനവറുകൾ ആ പൊരുത്തം കൊണ്ട് തന്നെയാകാം പരിശുദ്ധമായ പരിശുദ്ധമാകുന്ന കഅബാലയത്തിലേക്ക് പോകുകയും അവിടെ തവാഫ് നിർവഹിക്കുകയും ഹജ്ജിന്റെ ആവശ്യാർത്ഥമുള്ള കാര്യങ്ങളെല്ലാം സെറ്റപ്പുകൾ നടത്തുകയും ഒക്കെ ചെയ്ത ഒരു സുപ്രഭാതത്തിൽ മഹാനവറുകൾ നമ്മോട് വിട പറയുകയും വിശുദ്ധമാകുന്ന ഹറമിൽ തന്നെ മഹാനവറുകൾ ഇന്നും അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഖബറിനെ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. നാളെ സ്വർഗീയ ലോകത്ത് അവർക്കും നമുക്കും ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ എന്നാമുഖമായി ദുആ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെക്കുറിച്ച് വളരെ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം നമുക്ക് ചർച്ച ചെയ്യാനുണ്ടെങ്കിലും ഇന്ന് ഒരു ചെറിയ രൂപത്തിൽ മാത്രമാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമൽ അല്ല. അത് തന്നെ മതി സാധാരണ അമലുകളിലേക്ക് നമ്മൾ ഹജ്ജിനെ ചേർത്തി നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമാകുന്ന രൂപമാണ് ഹജ്ജിനിക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പക്ഷേ ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യമായിരിക്കാം അയാൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ 2, 3 അല്ലെങ്കിൽ 8, 10 ഒക്കെ തവണകൾ ഹജ്ജ് ചെയ്യാൻ അള്ളാഹു ചിലർക്ക് ഭാഗ്യം കൊടുത്തേക്കാം. ചില മുഅ്മിനീങ്ങൾക്ക് സാമ്പത്തികമായി അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര പുരോഗതി നൽകിയിട്ടുണ്ടെങ്കിലും വലിയ കോടീശ്വരനാണെങ്കിലും അയാള് ഹജ്ജിനിക്ക് പോകാൻ കഴിയാതെ മരണപ്പെട്ടതാകുന്ന അനുഭവങ്ങൾ വരെ നമുക്ക് പറയാൻ ഉണ്ട്. പരിശുദ്ധമാകുന്ന ഹജ്ജ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 5ാമത്തെ ഫർളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മുസ്ലിമായ ഒരു മനുഷ്യൻ അയാൾ നിസ്കരിക്കലാണ് 2ാമത്തെ ഫർള്. 3 അയാളുടേതാകുന്ന സകാത്തും അതേ പ്രകാരം 4ാമത് നോമ്പും കഴിഞ്ഞ് 5ാമത്തെ ഫർളാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. 5ാമത്തെ ഫർള് എന്ന് പറയുന്നത് കൊണ്ട് ഇതിന്റെ സ്ഥാനം താഴ്ത്തി കണക്കാക്കലല്ല, ഇതിനെ മോശമായി കാണലല്ല നാം ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് എണ്ണത്തിൽ 5ാമത്തതാണെങ്കിലും അതിനൊരുപാട് മഹാത്മ്യങ്ങളുണ്ട് എന്ന് ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോഴും പരിശുദ്ധ ഖുർആൻ ശരീഫും തിരുസുന്നത്തുമൊക്കെ നമുക്ക് പഠിപ്പിച്ച രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ എന്തുകൊണ്ട് 5ാമതായി ഈ ഹജ്ജിനെ ക്രമീകരിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ മുസ്ലിമായാൽ ആദ്യമായിക്കൊണ്ട് അവനിൽ ഫർളാക്കപ്പെടുന്നത് നിസ്കാരമാണ്. അത് പ്രകാരം ഹജ്ജ്, നോമ്പും സക്കാത്തും ഇത്തരം കാര്യങ്ങളാണ്. അവസാനം അവന് ഹജ്ജ് ചെയ്യേണ്ടത് അവന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു നിസ്കാരം നിർവഹിക്കുന്നവൻ, നോമ്പ് നിർവഹിക്കുന്നവൻ, സക്കാത്ത് കൊടുത്തവൻ, അവനാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് കർമ്മം ചെയ്യേണ്ടത് എന്ന നിലക്കാണ് 5ാമതായിക്കൊണ്ട് ഹജ്ജിനെ ഇവിടെ ക്രമീകരിച്ച് ഫുഖഹാക്കൾ എണ്ണാനുള്ള കാരണം. ഏതായാലും ആ ഭാഗം ഇരിക്കട്ടെ, ഞാൻ കൂടുതൽ അങ്ങോട്ട് കടന്നു ചെല്ലുന്നില്ല. ഹജ്ജിനെ കുറിച്ച് പലപ്പോഴും പലർക്കും അറിയണമെന്നില്ല. കാരണം നിത്യമായി ചെയ്യുന്ന ഒരു നിസ്കാരം പോലെയല്ലല്ലോ ഒരു മനുഷ്യന് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു മനുഷ്യൻ അത് പഠിക്കാൻ വളരെ പ്രയാസമാണ്. പണ്ഡിതന്മാരിൽ തന്നെ ഒരുപക്ഷെ അതിന്റെ ചില കാര്യങ്ങളൊക്കെ പ്രധാനമായി പഠിക്കേണ്ടതും പ്രധാനമായി ചർച്ച ചെയ്യേണ്ടതുമാകുന്ന എത്രയോ വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ വർഷത്തിലും ഉണ്ടാകുന്ന പുതിയ പുതിയ വിഷയങ്ങൾ സംജാതമാകുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് പിന്നെയും പണ്ഡിതന്മാർ ഇന്നും ഹറമിലും മസ്ജിദുൻ നബവിയിലും ഒക്കെ വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്നതാകുന്ന രംഗങ്ങളാണ് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് അനുഭവപ്പെടാനുള്ളത്. കാരണം ഇന്നും ആധുനിക തലത്തിൽ നമ്മൾ പറയുമ്പോൾ ഓരോ ദിവസം തോറും, ഓരോ മാസങ്ങൾ തോറും എന്നല്ല, ഓരോ വർഷത്തിലും നമ്മൾ ഹജ്ജിന് ചെല്ലുമ്പോൾ കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയ ആളുടെ അവസ്ഥയല്ല യഥാർത്ഥത്തിൽ ഈ വർഷം അവന് ഹജ്ജിന് പോകുമ്പോൾ കാണാൻ കഴിയുക. ഉദാഹരണത്തിന് 2 വർഷം മുമ്പ് സാധാരണ സഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം ഒരു ഫ്ലോറിൽ മാത്രമുള്ളത് അത് 2 ഫ്ലോറിലാക്കി മാറ്റുകയും അത് 1 വേ ആക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ മസ്അയെ കുറിച്ച് അവിടെ പണ്ഡിതന്മാർ ആധികാരികമായി പഠിക്കേണ്ടി വരികയാണ്. പഠിക്കുകയും
അത് സഫാ മർവന്റെ ഇടയിൽ തന്നെയാണോ ഇപ്പോൾ സൗദിയൻ ഗവൺമെന്റ് കൊണ്ടുവന്നതാകുന്ന ആ മസ്ഹ, അതോ അതിലെയും അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടോ എന്നിത്യാദി കാര്യങ്ങൾ പണ്ഡിതന്മാർ അവിടെ ചെന്നപ്പോ ധൃതി പിടിച്ചുകൊണ്ട് അവരാധികാരികമായി ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അത് പഠിക്കുകയും എത്ര മീറ്ററുകളാണ് സഫാ മർവന്റെ ദൂരം എന്ന് കണ്ടെത്തുകയും അത് 2 മീലുൻ അഹ്ലറാണുള്ളത്, ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെതാകുന്ന മുഴം, കയ്യിന്റെ മുഴത്തിന് നോക്കുകയാണെങ്കിൽ 35ഓളം മുഴം അത് നീളമുണ്ടെന്ന് പഠിക്കുകയും അപ്പോ ഇന്നത്തതാകുന്ന മസ്ഹ യഥാർത്ഥത്തിൽ അതിൻ്റെതാകുന്ന സ്ഥാനത്ത് തന്നെയാണ്, പിഴച്ചിട്ടില്ല എന്ന് കണ്ടുപിടിക്കുകയും ഇങ്ങനെ തുടങ്ങി ഓരോ വർഷത്തിലും നിരന്തരം മസ്അലകൾ പുതിയത് വരുമ്പോ അതൊക്കെ ആധികാരികമായി മഹാന്മാരാകുന്ന അഇമ്മത്തുകൾ, ഇമാമുകൾ എഴുതി വെച്ചത് ഗ്രന്ഥത്തിൽ നോക്കി പഠിക്കുകയും മനസ്സിലാക്കുകയും എന്നിട്ടത് ജനങ്ങളെ കൊണ്ട് ആ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നത് ഒരു പണ്ഡിത ചുമതല എന്ന നിലക്ക് ഇന്നും ഹറമിൽ ചെന്നാൽ ആലിമീങ്ങളുടെ ഇടയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, സാധാരണഗതിയിൽ ഈ ഹജ്ജിന്റെ മസ്അലകൾ ഒരുപാട് പ്രാവശ്യം പറയുകയും പഠിപ്പിക്കുകയും അത് ചർച്ച ചെയ്യലും ആവശ്യമാണ് എന്നാണ് ആകത്തുക ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മയിൽപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധമാകുന്ന ഹജ്ജ് അള്ളാഹു ഒരു മുഅ്മിനായ മനുഷ്യന് തരുന്ന ഏറ്റവും വലിയ ഒരു നിഅ്മത്താണ് കഅബാലയം കാണുക എന്നുള്ളത്. പരിശുദ്ധ കഅബാലയത്തെ ഒന്ന് നേർക്കുനേരെ പോയി കാണുകയും അള്ളാഹുവിന്റെ വിശുദ്ധമാകുന്ന ഹറമിൽ പങ്കെടുക്കുകയും പുണ്യ ഭൂമിയായ ഉമ്മുൽ ഖുറ എന്ന് പറയപ്പെടുന്ന ആ സ്ഥലം ഒന്ന് സന്ദർശിക്കുക എന്നുള്ളത് ഒരു മുസൽമാന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു അഭിലാഷമാണ്. കാരണം എന്തുകൊണ്ട്? പരിശുദ്ധ ഇസ്ലാമിന്റെ ഓരോ താളുകളും നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ആ ഇസ്ലാം പഠിപ്പിക്കുന്നു, മോനെ നീ ഓരോ ദിവസവും 5 വഖത്ത് ഫർളായി നിസ്കരിക്കണം, പോരാ 10 റക്അത്ത് മുഅക്കദായ സുന്നത്ത് നിസ്കരിക്കണം. അത് കൂടാതെയും ഒരുപാട് സുന്നത്തുകൾ, റവാത്തിബുകളും ളുഹായും തുടങ്ങിയിട്ട് ഒരു നീണ്ട പട്ടിക സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് തന്നെ നമുക്ക് പഠിക്കാനും കാണാനും കഴിയും. ആ നിസ്കാരത്തിൽ മുഴുവനും ഒരു മുസ്ലിം തിരിയേണ്ടത് പരിശുദ്ധമാകുന്ന കഅബാലയത്തിലേക്കാണ്. അത് കേരളക്കാരനായാലും തമിഴ്നാട്ടുകാരനായാലും എന്നല്ല, ഇന്ത്യന്റെ ഏത് ഭാഗത്തുള്ള ആളുകളാണെങ്കിലും, ഒരു പാകിസ്ഥാനി ആണെങ്കിലും അമേരിക്കക്കാരനാണെങ്കിലും ഏത് യൂറോപ്യൻ രാജ്യക്കാരനാണെങ്കിലും എല്ലാവരും തിരിയേണ്ടത് ഒരേ ഒരു പരിശുദ്ധമാകുന്ന കഅബാലയത്തിലേക്ക് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ 5 വിഷയത്തിൽ അവരുടെ മനസ്സിനെ അല്ലാഹു അടുപ്പിക്കുന്നു. ആ കൂട്ടത്തിൽ വളരെ പ്രധാനമായി മുസ്ലിമിന്റെ ഹൃദയത്തെ അല്ലാഹു അടുപ്പിക്കുന്നത് ആ മനുഷ്യന്റെ മുസ്ലിമിന്റെ നിസ്കാരത്തിലൂടെയാണ്. കാരണം കേരളക്കാരനാകുന്ന മുസ്ലിമിനിക്ക് നിസ്കരിക്കാനുള്ളത് അവന്റെ കേന്ദ്രമാകുന്ന കഅബാലയത്തിലേക്കാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും, ഏത് ഭാഷയിൽ സംസാരിക്കുന്നവനും, ഏത് സ്വഭാവക്കാരനാണെങ്കിലും, ഏത് രൂപവും ഭാവവുമുള്ള മനുഷ്യനാണെങ്കിലും അവർക്കെല്ലാവർക്കും തിരിയാനുള്ളത് ഒരേ കേന്ദ്രമാണ്. അല്ലാഹു എല്ലാ മുസ്ലിമിന്റെയും കേന്ദ്രം ഒരേ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. ഇത് തന്നെ ഒരു വലിയ മഹത്വം നമുക്ക് കാണാൻ കഴിയും. അതിന്റെ പുറമെ മുസ്ലിമിന്റെ ഭാഷ അറബിയാണ്. ഏതൊരു മുസ്ലിമും അവൻ ബാങ്ക് വിളിക്കുന്നത് ഏത് നാടാണെങ്കിൽ, സൗദിയിലാണെങ്കിലും മക്കയിലാണെങ്കിലും മദീനയിലാണെങ്കിലും യമനിലാണെങ്കിലും ഏത് നാടുകളിലാണെങ്കിലും ബാങ്ക് വിളിക്കുന്നത് ഒരേ ഭാഷയിൽ അറബിയിൽ മാത്രമാണ് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിഗോളം ഉത്ഭവിച്ചപ്പോ ആദ്യമായി ഉത്ഭവിച്ച സ്ഥലം കഅബാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് എന്ന് ഇതിൽ നിന്ന് പഠിക്കാൻ നമുക്ക് കഴിയും. അതിന് പുറമെ പരിശുദ്ധമാകുന്ന കഅബാലയത്തിന്റെ നേരെ മുകളിലാണ് 4ാം ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളത്. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ ഭൂമി ലോകത്ത് മുസ്ലിമീങ്ങൾ സാധാരണ ചെന്ന് കഅബാലയത്തെ തവാഫ് ചെയ്യുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ 4ാം ആകാശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിന് വേണ്ടി പ്രത്യേകം സെലക്ട് ചെയ്യുകയും മലായികത്ത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമാണ്
അവിടെ നാലാം ആകാശത്തുള്ള ബൈത്തുൽ മഅ്മൂർ. ഈ ബൈത്തുൽ മഅ്മൂറിൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചത് കാണാം. ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ 10,000-കണക്കിനോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ അല്ല അവിടെ വരുന്ന മാലാഖമാർ, കോടിക്കണക്കാകുന്ന മാലാഖമാർ ഓരോ ദിവസവും കഅബാലയത്തെ മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ തവാഫ് ചെയ്യുന്നത് പോലെ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന നാലാം ആകാശത്തിലെ ആ പ്രത്യേക കേന്ദ്രത്തെ വന്ന് സന്ദർശിക്കുകയും അവിടെ തവാഫ് ചെയ്യുകയും ആ തവാഫ് കഴിഞ്ഞവർ തിരിച്ചു പോകുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം തവാഫിന് വന്നവർ പിന്നീട് വരാറില്ല. അതുകൊണ്ട് തന്നെ മലായിക്കത്തിന്റെ എണ്ണം എത്രയാണ് എന്ന് നമുക്ക് ഒരു നിലക്കും ഒരു എണ്ണത്തിനും പരിധിയില്ല എന്ന് വരെ മഹാന്മാർ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന മാലാഖമാർ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കേന്ദ്രത്തിന്റെ താഴ്ഭാഗത്ത് ഭൂമി ലോകത്ത് അതിന്റെ അതേ സൂത്രത്തിൽ നാലാം ആകാശത്തുള്ള ബൈത്തുൽ മഅ്മൂറിൽ നിന്ന് ഒരു ശരിയായ വര ഇങ്ങോട്ട് താഴോട്ട് വരച്ചാൽ അത് കഅബാലയത്തിന്റെ നടുമുകളിൽ വന്നുകൊണ്ട് നിൽക്കുക തന്നെ ചെയ്യുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഓർമ്മയിൽപ്പെടുത്തിയത് കാണാം. ഇങ്ങനെയുള്ള ഒരു രഹസ്യവും കൂടി അതിന്റെ ഉള്ളിലുണ്ട്. ഇനി ഒരുപാട് ചരിത്ര താളുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 4 ഭാഗത്തും മലകളും കുന്നുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്, ഒരു ചെറിയ കുഗ്രാമമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമാകുന്ന മക്ക എന്ന് പറയുന്ന പ്രദേശം. ആ മക്കയിലേക്ക് ഒരാളും പോകാറില്ല, ഒരാളും ഒരു കാലത്ത് അങ്ങോട്ട് പോകാറില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ വെള്ളമില്ല, അവിടെ ഒരു മരത്തിന്റെ തണല് പോലുമില്ല, ഒരു നിഴല് പോലും ലഭിക്കാനില്ല, ഒരു മനുഷ്യൻ പോലും അവിടെ ജീവിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു കുഗ്രാമമാകുന്ന മക്കയിലേക്ക് യഥാർത്ഥത്തിൽ ആരുമില്ലാത്ത ശൂന്യമായി കിടക്കുന്ന സ്ഥലത്തേക്കാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അവിടുത്തെ ഭാര്യയെയും മകനെയും കൊണ്ടുപോയി ആക്കാൻ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കഅബാലയം എന്ന് പറയുന്ന പരിശുദ്ധമാകുന്ന ഈ കേന്ദ്രം മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു തആല നൽകുമ്പോ സമർത്ഥിക്കുമ്പോ ആദ്യമായി അതിന്റെ തറക്കല്ലിടുന്നത്, അതിൻ്റെതാകുന്ന അടിത്തറ പാകുന്നത് മലായികത്തുൽ കിറാമാണ്. ആ മലക്കുകളെ കൊണ്ട് അല്ലാഹു തആല അടിത്തറ പാകിച്ച പരിശുദ്ധമാകുന്ന സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. 10 വിഭാഗം ആളുകൾ ആ പരിശുദ്ധമാകുന്ന കഅബാലയത്തിന്റെ പണി പൂർത്തീകരിക്കുകയും അതിന്റെ കാര്യങ്ങൾ നടത്തുകയും അതിന് വേണ്ട പോലെ നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തതായി കൊണ്ട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് ആദ്യമായി തറക്കല്ല് ശിലാസ്ഥാപനം നടത്തിയിട്ടുള്ളത് മലായികത്തും, പിന്നീട് രണ്ടാമത് അതിന്റെ പണി പൂർത്തിയാക്കിയത് ബഹുമാനപ്പെട്ട സയ്യിദുന ആദം നബി അലൈഹിസ്സലാം. മനുഷ്യരിൽ നിന്ന് അള്ളാഹു ആദ്യം ജീവിപ്പിച്ച, ആദ്യം ഉടലെടുത്ത, ആദ്യമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന മനുഷ്യകുലത്തിന്റെ ഉപ്പാപ്പയായ സയ്യിദുന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആദ്യമായി കൊണ്ട് കഅബാലയത്തിൻ്റെതാകുന്ന പണി പൂർത്തിയാക്കുന്നത്. പിന്നീട് അത് പല ആളുകളും 10 ആളുകൾ അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രധാനമായ പണിയെടുക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് പല ചരിത്ര താളുകളിലും ഖുർആനിലും ഹദീസിലും മറ്റുമൊക്കെ പരിശുദ്ധ കഅബാലയത്തെ പരിചയപ്പെടുത്തുന്നത് ഇബ്രാഹിം നബിയിലേക്ക് ചേർത്തിക്കൊണ്ടാണ്. കാരണം മഹാനവറുകളാണ് അതിന്റെ പണി യഥാർത്ഥ രൂപത്തിൽ അതിൻ്റെതാകുന്ന ചരിത്രം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതിനെ പുനരുദ്ധാരണം ചെയ്തിട്ടുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ ഈ പരിശുദ്ധമാകുന്ന കഅബാലയത്തിന് 10 ആളുകൾ പണിയെടുത്ത കൂട്ടത്തിൽ ആരും അവിടെ താമസിക്കാത്ത കുഗ്രാമത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയ മഹാനാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയെ ഒരു ഹജ്ജിന് പോകുന്ന ഹാജിക്ക് മറക്കാൻ ഒരിക്കലും കഴിയുകയില്ല. കാരണം എന്തുകൊണ്ട്? ഇബ്രാഹിം നബിന്റെ ചരിത്ര താളുകളാണ് പരിശുദ്ധ മക്കയിലും കഅബയിലും എല്ലാ ഭാഗങ്ങളിലും നിറഞ്ഞു കിടക്കുന്നത്. 1,24,000 അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്തേക്ക് ജനങ്ങളെ സ്ഫുടം ചെയ്തെടുക്കാൻ, ജനങ്ങളെ ആത്മീയമായി കൊണ്ട് അവരെ നന്നാക്കിയെടുക്കാൻ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ആ 1,24,000 അമ്പിയാക്കളും വന്ന് അവരുടെ പാദസ്പർശനം തട്ടിയ ആ പാദസ്പർശനം കൊണ്ട് പുളകം കൊള്ളുന്ന ഒരു മഹത്താകുന്ന ഭൂമിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമാകുന്ന മക്ക എന്ന് പറയുന്ന പ്രദേശം. എന്നാൽ ആദം നബി അവിടെ വന്നിട്ടുണ്ട്. നമുക്കറിയാം
കർമ്മശാസ്ത്രത്തിൽ നാം സാധാരണ പഠിക്കാറുള്ള ഫത്ഹുൽ മുഈനിൽ തന്നെ കാണാം 40 പ്രാവശ്യം ഈ ഇന്ത്യയിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിൽ പോയിട്ടുണ്ട്, ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. കാൽനടയായി 40 പ്രാവശ്യം ഹജ്ജിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ പോയിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. അതേപോലെ എല്ലാ നബിമാരും അവിടെ വരികയും ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അവിടുത്തെ ജീവിതത്തിൽ ഇവിടെ വന്ന് ഹജ്ജ് കർമ്മം ചെയ്യുകയും അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരുപാട് ചരിത്ര താളുകൾ പരിശുദ്ധ മക്കയിലും കഅബയിലും ഒക്കെ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നു. ഈ കോലത്തിലുള്ള പരിശുദ്ധമാകുന്ന മക്ക, ആ മക്കയിൽ സുബ്ഹാനല്ലാഹ് ഒരു മുസ്ലിം അവന്റെ ചെറുപ്പകാലം മുതൽക്കേ ആഗ്രഹിക്കുന്ന ഒന്നാണ്, എനിക്ക് പരിശുദ്ധമാകുന്ന എന്റെ കേന്ദ്രത്തിലേക്ക് മക്കയിലേക്കൊന്ന് പോകണമല്ലോ, കഅബാലയം എനിക്കൊന്ന് കാണണം. ഞാൻ സാധാരണ നിസ്കരിച്ചു കൊണ്ടിരിക്കാറുള്ള, ഞാൻ സാധാരണ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ കേന്ദ്രം നേർക്കുനേരെ പോയി എന്റെ കണ്ണുകൊണ്ടൊന്ന് കാണണമല്ലോ എന്നോരോ മുസ്ലിമും അവന്റെ ഹൃദയത്തിൽ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചത് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ഒരു മുസൽമാന്റെ ഹൃദയം മക്കയിലേക്കും മദീനയിലേക്കും തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഒരു മുസ്ലിം ഹറമിലേക്ക് പോകണം, എനിക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കണം, ഈ ഒരൊറ്റ ചിന്തയുമായിട്ടാണ് ഒരു മുസ്ലിം ജീവിക്കാറുള്ളത്. അഥവാ ഒരാൾ അള്ളാഹു അയാൾക്ക് സമ്പത്ത് കൊടുക്കുകയും അദ്ദേഹത്തിന് ഒരുപാട് സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും മറ്റുമൊക്കെ കൊടുത്തിട്ട് അയാൾ ഹജ്ജിന് പോകാതെ മരിച്ചു പോവുകയാണെങ്കിൽ അയാൾ ജൂതനോ നസ്രാനിയോ ആയിട്ടാണ് മരിക്കുക എന്ന് വരെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒരു സഹീഹായ ഹദീസിൽ കാണാം. നഊദു ബില്ലാഹി മിൻ ദാലിക്, അല്ലാഹു നമ്മെ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് പലരും തെറ്റിദ്ധരിക്കുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് എന്റെ സമ്പത്തും എന്റെ വീടും എന്റെ ബിസിനസ് മേഖലകളും എല്ലാം കഴിച്ച് ബാങ്ക് അക്കൗണ്ടിങ്ങിൽ കുറെ കാശുകൾ അട്ടികൂടി കിടക്കുന്നുണ്ടെങ്കിൽ, കുന്നുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേ എനിക്ക് ഹജ്ജിന് പോകേണ്ടതുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ഉണ്ട്. മറ്റു ചില ആളുകൾ അങ്ങനെയൊന്നും അല്ല, മക്കളെ മുഴുവനും വിവാഹം കഴിപ്പിക്കുകയും അവർക്കെല്ലാവർക്കും വീടുണ്ടാക്കി കൊടുക്കുകയും പിന്നെ അവരുടെ മക്കളെയും കൂടെ പേരമക്കളെ പോലും എല്ലാ വിവാഹവും വീടും എല്ലാ പണിയും പൂർത്തിയായതിനു ശേഷം മാത്രമേ ഹജ്ജ് കർമ്മത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുന്നുള്ളൂ. ചില ആളുകൾ ഒരുപാട് ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് ക്ഷയിച്ചു പോയ സമയത്ത് വാർദ്ധക്യ കാലഘട്ടത്തിലാണ് അവർ ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ഓർമ്മയിൽപ്പെടുത്തുന്നു, നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് ഹജ്ജിന് വേണ്ടി പോകേണ്ടത്. ഇല്ലെങ്കിൽ പലരും ഇന്ന് നമ്മുടെ കൂടൊക്കെ തന്നെ വരുമ്പോൾ നമുക്കിന്ന് ഹറമിൽ ചെല്ലുമ്പോൾ കാണാൻ കഴിയും, വാർദ്ധക്യം പിടിപെട്ട ആളുകൾ തവാഫ് അധികരിപ്പിക്കാൻ കഴിയാതെ, ഉംറകൾ അധികരിപ്പിക്കാൻ കഴിയാതെ അവർ റൂമിൽ കടന്നുകൊണ്ട് വിശ്രമിക്കുകയാണ് ഹജ്ജിന്റെ നാളുകൾ അത്രയും. ഒരു പ്രാവശ്യമൊക്കെയാണ് ചിലർ ഉംറ നിർവഹിക്കുന്നത്, ചിലർ 2-3 പ്രാവശ്യമൊക്കെ ആയിരിക്കാം. അതേ സമയത്ത് നല്ല കരുകരുത്തുള്ള യുവാക്കൾ അവരുടെ യുവത്വത്തിന്റെ കാരണം കൊണ്ട് എത്ര തവണ വേണമെങ്കിലും ഹജ്ജ് ഉംറ നിർവഹിക്കാനും തവാഫ് ചെയ്യാനും അവർക്ക് കഅബാലയത്തിന്റെ അടുത്ത് പോയിരിക്കാനും പരിശുദ്ധ ഖുർആൻ ഓതാനും എത്രയോ റക്അത്തുകൾ അവർക്ക് നിസ്കരിക്കാനും ഒക്കെ കഴിയുന്നത് ആരോഗ്യമുള്ള സമയത്ത് മാത്രമായിരിക്കും. അതുകൊണ്ട് യുവാക്കളാണ് ഹജ്ജിന് വേണ്ടി വളരെ കൂടുതൽ ശ്രമിക്കേണ്ടത്. ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഹജ്ജ് കർമ്മത്തിന് പോകണമെന്ന് ഈ സമയത്ത് നിങ്ങളോട് ഞാൻ ഒന്നും കൂടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാലഘട്ടത്തിൽ അള്ളാഹു ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ട്, നല്ല സൗകര്യം നൽകിയിട്ടുണ്ട്. അപ്പോ ഇന്നെനിക്ക് പഴയ കാലഘട്ടത്തിൽ പോലെ കപ്പലിൽ പോകേണ്ടതില്ല, അല്ലെങ്കിൽ ബോംബെയിലോ മദ്രാസിലോ പോയി ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞ് യാതൊരു വിവരവുമില്ല, ഒരു ഫോൺ സൗകര്യം പോലുമില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ട് പഴയ കാലഘട്ടത്തിലുള്ള ഹാജിമാർ അവര് മുഹറമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിലൊക്കെ ആയിരിക്കാം ഹജ്ജ് കർമ്മം കഴിഞ്ഞുകൊണ്ട് അവർ തിരിച്ചു വരാറുള്ളത്. ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചിട്ടുണ്ടോ, ഇയാളുടെ അവസ്ഥ എന്താണ്, ഒരു പിടുത്തവുമില്ലാതെയായിരുന്നു പഴയ കാലഘട്ടത്തിലുള്ള ഹാജിമാരുടെ പോക്കും വരവുമെങ്കിൽ ഇന്ന് യഥാർത്ഥത്തിൽ അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ് പടച്ച തമ്പുരാനെ നമ്മൾ എത്ര സ്തുതിച്ചിട്ടും നമുക്കത് പൂർത്തിയാക്കാൻ സാധ്യമല്ല. അള്ളാഹു ഒരുപാട് നിഅ്മത്തുകൾ ചെയ്തു തന്നു. മണിക്കൂറുകൾ കൊണ്ട്
നമ്മുടെ എയർപോർട്ടിൽ നിന്ന് കയറി ജിദ്ദ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് യാതൊരു പ്രയാസമോ ഒരു ക്ഷീണമോ ഇല്ല. നമ്മൾ കയറുന്നതും ഇറങ്ങുന്നതും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് നിരന്തരമായി നാട്ടിലേക്ക് വിവരം അറിയിക്കാനും നാട്ടിലെ വിവരം തിരിച്ചങ്ങോട്ട് അറിയാനും എല്ലാമുള്ള സംവിധാനങ്ങൾ ഒന്നുണ്ട്. അതിന്റെ പുറമെ ഏകദേശം നമുക്ക് ഹജ്ജിന് വേണ്ടി വരുന്ന 1.5-2 ലക്ഷം രൂപകൾ അല്ലെങ്കിൽ അതിന്റെ അടുത്ത രൂപ നമുക്ക് ചെലവ് വരുന്നുണ്ടെങ്കിൽ അത് ഇന്ന് യാതൊരു പ്രയാസവും നമുക്കില്ല. ഇങ്ങനെ നാം അങ്ങ് ചിന്തിക്കുമ്പോ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അല്ലാഹു തആല നിർബന്ധമായി നിങ്ങളോട് കടമ ഏൽപ്പിച്ചിരിക്കുന്നു. എന്ത്? ഹജ്ജ് ചെയ്യൽ. ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. വടിയാലും മുതലാലും നിങ്ങൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും ഒക്കെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഹജ്ജ് കർമ്മം ചെയ്യണം. അത് നിങ്ങൾക്ക് നിർബന്ധമായ കടമയാണെന്ന് വിശുദ്ധമാകുന്ന ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോൾ അതിന് ഇന്ന് നമുക്കൊന്നും യാതൊരു പ്രയാസവും ഇല്ല. നമുക്ക് ഓരോ ആളുകളുടെയും ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോ ഇന്ന് ഹജ്ജ് ഫർളില്ലാത്ത മനുഷ്യർ വളരെ വിരലിൽ എണ്ണാവുന്ന വിരളമായിരിക്കും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുക. അപ്പൊ യഥാർത്ഥത്തിൽ ഹജ്ജ് കർമ്മങ്ങൾ നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് തന്നെ അത് നിർവഹിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമുക്ക് പരിശുദ്ധമാകുന്ന കഅബാലയത്തെ കുറിച്ച് പഠിക്കാം. എന്റെ പൊന്നു ഹാജിമാരോട് ഹജ്ജുമ്മമാരോട് ആമുഖമായി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു, നാം പോകുന്നത് ഒരു മഹത്താകുന്ന കർമ്മം നിർവഹിക്കാനാണ്. ഒരു മഹത്താകുന്ന കർമ്മം നിർവഹിക്കുക എന്നത് മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 1,24,000 അമ്പിയാക്കളാകുന്ന മഹാന്മാരുടെ പാദസ്പർശനമേറ്റ ഒരു പുണ്യഭൂമിയിലേക്കാണ് ഞാനും നിങ്ങളും കാൽകുത്തുന്നത്. ആ സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പടച്ച റബ്ബിലേക്കുള്ള ഒരു തഖ്വയും അല്ലാഹുവിലേക്കുള്ള വല്ലാത്ത ഒരു പ്രേമവും ഇത് നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതൊരു മുസ്ലിമിന്റെ കടമയും ആണ്. കേവലം സഹോദരന്മാരെ, ഹജ്ജിന് പോയി ഞാൻ ഹജ്ജ് കഴിഞ്ഞു തിരിച്ചു വന്നു, എന്റെ പേര് ഹാജി എന്നാണ്, ഇതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അല്ലാഹു എന്റെ അമല് ഖബൂലാക്കണം. ഹബീബാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഒരാള് ഹജ്ജ് നിർവഹിച്ചാൽ അവന് മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്നും കയൗമ വലദത്ത് ഉമ്മു, ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവൻ തിരിച്ചു വന്നാൽ അവന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് വിവേചനം ചെയ്യുന്ന ഒരു സഹീഹായ ഹദീസിൽ കാണാം, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മു. ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി പോയി ഹജ്ജ് കർമ്മം നിർവഹിച്ചു. ആ ഹജ്ജ് കർമ്മ വേളകളിൽ അവന്റെ പക്കൽ നിന്ന് ഒരു തെറ്റായ കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ലാഹു പറഞ്ഞതുപോലെ നിർവഹിച്ചുകൊണ്ട് തിരിച്ചു വന്നാൽ റജഅ മിൻ ദുനൂബിഹി, അവന്റെ ദോഷത്തിൽ നിന്ന് അവൻ മടങ്ങുകയാണ്, അവൻ ഒഴിവാകുകയാണ്. കയൗമ വലദതുഹു ഉമ്മു, അവന്റെ മാതാവ് അവനെ പ്രസവിക്കപ്പെട്ടപ്പോൾ എത്രമാത്രം അവൻ ദോഷമുക്തനാണോ അതേ അവസ്ഥയിലേക്ക് അവനെത്തി. അവന്റെ ദോഷങ്ങൾ മുഴുവനും അല്ലാഹു കഴുകി വൃത്തിയാക്കി എന്ന് അബൂ ഹുറൈറയെ തൊട്ട് വിവേചനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇത്രയും വലിയ ഒരു കർമ്മത്തിന് വേണ്ടി, ഒരു പുണ്യ അമലിന് വേണ്ടി, ഒരു പുണ്യഭൂമിയിലേക്ക് നാം അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യമായി ഒരു ഹാജിയുടെ മനസ്സിൽ, ഒരു ഹജ്ജുമ്മയുടെ മനസ്സിൽ വരേണ്ടത്, റബ്ബി ഞാൻ എത്ര ഒരു വലിയ ഭാഗ്യവാനാണ്. 1,24,000 അമ്പിയാക്കളുടെ ചരിത്ര താളുകൾ മുഴുവനും അതാ ഉറങ്ങിക്കിടക്കുന്ന പരിശുദ്ധമാകുന്ന മണൽ ഭൂമിയിലേക്ക് ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുകയാണല്ലോ. അള്ളാഹു എനിക്കതിന് വലിയ ഭാഗ്യം തന്നിട്ടുണ്ടല്ലോ. യജമാനനാകുന്ന അല്ലാഹു തആലയുടെ വിരുന്നുകാരാണ്, ളുയൂഫുർ റഹ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളാണ്. ഹജ്ജിന് പോകുമ്പോൾ നമുക്ക് നമ്മുടെ എയർപോർട്ടിൽ നിന്നും ജിദ്ദ എയർപോർട്ടിൽ നിന്നുമൊക്കെ വലിയ ബാനറുകളും ഗേറ്റുകളും സ്ഥാപിക്കപ്പെട്ടത് കാണാൻ കഴിയും. അതിലൊക്കെ കാണാം മർഹബൻ ലിളുയൂഫിനൽ കിറാം, അല്ലാഹുവിന്റെ അതിഥികൾക്ക്, അല്ലാഹുവിന്റെ വിരുന്നുകാർക്ക് സ്വാഗതമുണ്ട് എന്ന് പറയുന്ന ബാനറുകൾ ഒരുപാട് നമുക്ക് പതിഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും.
ഇതെന്തുകൊണ്ടാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അള്ളാഹു നമ്മെ ക്ഷണിക്കുകയും നാം ആ ക്ഷണം സ്വീകരിക്കുകയും എന്നിട്ട് പരിശുദ്ധമാകുന്ന കഅബാലയത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന കാരണം കൊണ്ടാണ് അത്തരത്തിലുള്ള ബോർഡുകൾ അള്ളാഹുവിന്റെ വിരുന്നുകാരി എന്നുള്ള ലേബിളിൽ നമ്മളൊക്കെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയം നിറഞ്ഞ ഹജ്ജുമ്മമാരെ, നാം ഈ സമയത്ത് ചിന്തിക്കുക. ജിദ്ദ എയർപോർട്ടിലേക്ക് ചെന്നങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സിൽ ആ ചിന്ത വല്ലാതെ കടന്നുകൂടണം. റബ്ബേ, ഞാൻ പോകുന്ന സ്ഥലമേതാണ്? ആദ്യമായി അതിന്റെ കാര്യ ഗൗരവം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കേവലം എന്തോ ഒരു ടൂർ നടത്തുന്നത് പോലെ, ഏതെങ്കിലും ഭാഗത്തേക്ക് നമ്മൾ ഒരു കാണികളായി പോകുന്നത് പോലെ അല്ല പരിശുദ്ധമാകുന്ന കഅബാലയത്തിലേക്ക് നമ്മൾ ചെല്ലുന്നത്. അതിന്റെ കാര്യ ഗൗരവം പൂർണ്ണമായി നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നു ചെല്ലുകയും അത് ഇറങ്ങി ചെല്ലുകയും എന്നിട്ട് ഞാൻ പോകുന്ന സ്ഥലത്തിന്റെ മഹാത്മ്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണമെന്നാണ് ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പരിശുദ്ധമാകുന്ന കഅബാലയം എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ പണി പൂർത്തിയാക്കിയതും അതിൻ്റെതാകുന്ന ഗൗരവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ പരീക്ഷിച്ചു. മഹാനവറുകളെ അള്ളാഹു ഖലീലാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബാണ്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എന്തുകൊണ്ടാണ് ആ സർവശക്തനായ അള്ളാഹു തആല ഖലീലാക്കുന്നത്? അതിന്റെ കാരണം എന്താണ്? മലായിക്കത്തിന് നേരത്തെയുള്ള ഒരു സംശയമായിരുന്നു. എന്നിട്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമിനെയും കൂടി അള്ളാഹു ഇബ്രാഹിം നബിയിലേക്ക് പറഞ്ഞു വിട്ട ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന, റബ്ബേ, ഇബ്രാഹിം നബിയെ കൊണ്ട് നീ നിന്റെ പ്രൈവറ്റ് ദാസനാണ്, അടിമയാണ്, സുഹൃത്താണെന്നെല്ലാമാണല്ലോ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നീ ഗനിയാണ്, നീ സമദാണ്, നിനക്കൊരിക്കലും മറ്റൊന്നിലേക്ക് ആശ്രയിക്കേണ്ട ഒരവസ്ഥ വരുന്നില്ല. പിന്നെന്തിനാണ് സർവശക്തനാകുന്ന നിനക്ക് ഒരു ഖലീലിന്റെ, ഒരു സുഹൃത്തിന്റെ ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു പറഞ്ഞു വിടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും കൂടെ വന്ന് ഇബ്രാഹിം നബിയോട് ഒരുപാട് സമയങ്ങൾ സംസാരിക്കുകയാണ്. സുബ്ബൂഹും ഖുദ്ദൂസും ലിൽ ഹയ്യിൽ ഖയ്യൂം എന്ന് തുടങ്ങി അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്ന ഏതാനും ചില പദങ്ങൾ ഇബ്രാഹിം നബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അവതരിപ്പിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അത് കേട്ടുകൊണ്ട് പുളകം കൊള്ളുകയും അവിടെ നിന്ന് വല്ലാതെ ആനന്ദിക്കുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, മക്കളെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പദം ഒന്നുകൂടെ, ഒരു തവണ കൂടെ ഒന്ന് ആവർത്തിക്കുമോ എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, വെറുതെ പറയുകയില്ല, പറയണോ? എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഹദിയകൾ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ ആ പദം ഒന്നും കൂടെ എനിക്ക് ആവർത്തിച്ച് പറഞ്ഞു തന്നാൽ 80 ചെന്നായക്കൾ ഇതാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന 80 കൂട്ടം ആടുകളാണ് ഈ കാണുന്ന മലഞ്ചെരുവിൽ എന്റെ സമ്പത്തായി എനിക്കുള്ളത്. ആ 80 കൂട്ടം ആടുകളെയും നിങ്ങൾക്ക് തന്നേക്കാം. നാം ആ സമയത്ത് ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന സുബ്ബൂഹും ഖുദ്ദൂസും ലിൽ ഹയ്യിൽ ഖയ്യൂം എന്ന ഒരു പുകഴ്ത്തുന്ന വാക്ക് ഒന്നുകൂടെ കേൾക്കാൻ 80 കൂട്ടം ആടുകളെ വരെ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കാമെന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മലക്കുകൾ ഇത് ആവർത്തിക്കുകയാണ്. ആ 2 പ്രാവശ്യം കേട്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, മക്കളെ, പോരാ, ഇനിയും അതെനിക്ക് കേൾക്കാൻ വല്ലാത്ത ആനന്ദമുണ്ട്. 3ാമതൊരു തവണ കൂടെ നിങ്ങൾ എന്റെ റബ്ബിനെ കുറിച്ചുള്ള വാക്കുകൾ, പുകഴ്ത്തുന്ന പദങ്ങൾ ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോ മലക്കുകൾ പിന്നെയും പറയുന്ന, ആകാം, കുഴപ്പമില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ തരണം. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, എന്റെ വീടും ആ ഇരിക്കുന്ന സ്ഥലവും നിങ്ങൾക്ക് തന്നേക്കാം, എന്റെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ ഒന്നുകൂടെ പറയണേ. മലായികത്തുൽ കിറാം 3ാമതും അതാ സുബ്ബൂഹും ഖുദ്ദൂസും ലിൽ ഹയ്യിൽ ഖയ്യൂം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. 4ാമത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെയും ആവശ്യപ്പെടുന്നു, 3 തവണ നിങ്ങൾ ആ വാക്ക് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത ആനന്ദമുണ്ട്. ഇനി എന്റെ റബ്ബിനെ കുറിച്ച് കേൾക്കാതെ എനിക്ക് ജീവിച്ചുകൂടാ. നിങ്ങൾ ഒന്നും കൂടെ അത് ആവർത്തിച്ച് പറയുമോ എന്ന് മലായികത്തുൽ കിറാമിനോട് ചോദിക്കുമ്പോ മലായികത്തുൽ കിറാം പറയുന്നു, ഞങ്ങൾ പറയാൻ വിരോധമില്ല, പക്ഷേ ഞങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങൾ സംഭാവന നൽകുക?
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളോട് പറയുന്നത്, ഓ മാലാക്കമാരെ, നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ തന്നു. നിന്റെ വീടും എന്റെ പറമ്പും എന്റെ സമ്പത്തും എല്ലാം നിങ്ങൾക്ക് ഞാൻ സമ്മാനിച്ചിട്ടുണ്ട്. ഇനി എന്റെ ശരീരം മാത്രമാണുള്ളത്. എന്റെ ശരീരം നിങ്ങൾക്ക് തന്നേക്കാം. ഞാൻ നിങ്ങളുടെ അടിമയായി ജീവിച്ചേക്കാം. നിങ്ങൾ 80 കൂട്ടം ആടുകളുമായി പോകുന്ന സമയത്ത് ആടുകളെ നോക്കാൻ ഒരു ആട്ടിടയൻ ആവശ്യമാണല്ലോ. അതിന് ഞാൻ നിങ്ങളെ കൂടെ വരാം. ഒരാട്ടിടനായി ഞാൻ ജീവിച്ചു കൊള്ളാം. എന്റെ സ്വന്തം ശരീരത്തെ ഞാൻ നിങ്ങൾക്ക് അടിമത്വത്തിലേക്ക് നയിച്ചു കൊള്ളാം എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയും, എന്റെ പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഒരു നിമിഷം നമ്മൾ അവിടെ ചിന്തിക്കുക. യജമാനനാകുന്ന റബ്ബിനെ പുകഴ്ത്തി പറയുന്ന ഒരു പദം ഒന്നുകൂടെ കേൾക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ വരെ അടിമത്വത്തിലേക്ക് നയിച്ച സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എത്രയാണ് അവിടത്തതാകുന്ന ഇഷ്ക്, എത്രമാത്രമാണ് റബ്ബിനോടുള്ള പ്രേമം. അള്ളാഹുവിനെ ഏത് രൂപത്തിലാണ് അവിടുന്ന് കാണുന്നത്. ഇതുകൊണ്ടാണ് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞാൻ എന്റെ പ്രൈവറ്റ് സുഹൃത്തും അടിമയുമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പ്രഖ്യാപിക്കാനുള്ള കാരണം, ഇക്കാര്യം ബഹുമാനപ്പെട്ട മലാക്കമാർക്ക് ബോധ്യപ്പെടുകയും മലക്കുകൾ അതാ തിരിച്ചു പോകുകയും ചെയ്യുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴാണ് ആടിനെ കൊണ്ടുവരാൻ വേണ്ടി വരിക? എപ്പോഴാണ് എന്റെ വീടും സ്ഥലവും നിങ്ങൾ നിങ്ങളുടെ കൈവശപ്പെടുത്താൻ വരിക? എപ്പോഴാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകുക? 4-5 തവണ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് അള്ളാഹുവിൻ്റെതാകുന്ന പേര് കേട്ടുകൊണ്ട് പുളകം കൊണ്ട മഹാനവർകൾ അവിടുന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളോട് എനിക്ക് ഒന്നുകൂടെ എന്റെ റബ്ബിനെ കുറിച്ച് പറയാൻ നിർദ്ദേശിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ സമയത്ത് ഞാൻ എന്റെ ശരീരത്തെ നിങ്ങൾക്ക് വിലയായി കൊണ്ട് തന്നല്ലോ, അടിമയാക്കി മാറ്റിയല്ലോ. അടിമക്ക് ഉടമയോട് പിന്നീട് അങ്ങോട്ട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടാൻ അർഹതയില്ലല്ലോ. അതുകൊണ്ടാണ് ഇനി ഞാൻ ആ വിഷയം നിങ്ങളോട് ചർച്ച ചെയ്യാത്തത്. അല്ലാതെ എന്റെ റബ്ബിനെ കുറിച്ച് കേൾക്കാൻ എനിക്ക് താല്പര്യക്കുറവ് കൊണ്ടോ കേൾക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ അല്ല. ഞാനിപ്പ എന്റെ ശരീരം അടിമയാണ്. അടിമങ്ങനാണ് ഉടമസ്ഥനോട് ഒരു കാര്യം നിർബന്ധിപ്പിക്കുക, അതിന് അവകാശമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുകയും ആടിനെയും ഇവിടത്തെ പറമ്പും അവിടത്തെ വീടും ഒക്കെ കൈവശപ്പെടുത്താൻ വേണ്ടി ചോദിക്കുകയും ചെയ്തപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഇബ്രാഹിം നബിയെ, ഞങ്ങൾ മാലാക്കമാരാണ്. അന ജിബ്രീലു വഹാദാ മീകാഈലു, ഞാൻ ജിബ്രീലാണ്, ഇത് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഞങ്ങൾ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അല്ലാഹു തആല നിങ്ങളെ പ്രൈവറ്റ് സുഹൃത്താക്കി എന്ന് പ്രഖ്യാപിച്ചപ്പോ അതെന്ത് കാര്യം കൊണ്ടാണെന്ന് ഞങ്ങൾക്കൊരു സംശയം വരികയും അള്ളാഹുവിനോട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തപ്പോ അർഹമുർറാഹിമായ റബ്ബ് തആല നിങ്ങളൊന്ന് സന്ദർശിച്ചുകൊണ്ട് അക്കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങളെ നിയോഗിച്ചതാണ്. അതിനു വേണ്ടി വന്നതാണ്. ഞങ്ങൾ വീടിന്റെ ആവശ്യമുള്ളവർ അല്ല, ഞങ്ങൾ സമ്പത്തിന് ആവശ്യമുള്ളവർ അല്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുകയാണെന്ന് പറഞ്ഞു. ഇവര് രണ്ടാളും അല്ലാഹു തആലാന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകുകയും എന്നിട്ട് റബ്ബിനോട്, റബ്ബേ, നീ ഇബ്രാഹിം നബിയെ നിന്റെ പ്രൈവറ്റ് അടിമയും സുഹൃത്തുമാക്കിയതിൽ ഞങ്ങൾക്കൊരു സംശയവും ഇനി ശേഷിക്കുന്നില്ല എന്ന് മലാക്കമാർ അല്ലാഹുവിന്റെ മുമ്പിൽ സമ്മതിച്ചു എന്ന് വരെ ചരിത്രത്തിന്റെ താളുകളിൽ കാണാം. സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യയെയും മകനെയും അവിടെ ഒറ്റക്കിട്ടേച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുകയാണ്. ദിവസങ്ങളോളം ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ജീവിക്കുന്നു. അവിടുത്തെ മുലപ്പാലുകൾ പോലും വറ്റുകയും
ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന ചോര കുഞ്ഞിന് ഒരു നേരത്തെ പാല് കുടിപ്പിക്കാൻ പോലും മഹദി അവർക്ക് കഴിയുന്നില്ല. വളരെ വിഷമിക്കുകയാണ്. അവിടുന്ന് ആരോടും സഹായം ചോദിക്കാൻ കാണുന്നില്ല. ഒരൽപ്പം വെള്ളമെങ്കിലും ലഭിക്കുമോ? മഹദി അവർകൾ ഒരുപാട് സഫാ കുന്നിന്റെ മുകളിലേക്ക് കയറി 4 ഭാഗത്തേക്കും ദൂരവീക്ഷണം നടത്തുന്നു. എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം ലഭിക്കാനുണ്ടോ? അവിടെ നിന്നിറങ്ങുകയും മർവാ കുന്നിലേക്ക് ഓടിക്കയറുകയും ഏതെങ്കിലും ഭാഗത്തൊരു തുള്ളി വെള്ളം ലഭിക്കുമോ എന്നാലോചിക്കുകയും, സുബ്ഹാനല്ലാഹ്, എവിടെ നിന്നും വെള്ളം ലഭിക്കാതെ കഷ്ടപ്പെട്ടു. മഹദി അവർകൾ സഫയുടെയും മർവയുടെയും മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ട് പലതവണ കയറിയെങ്കിലും വെള്ളം പോലും ലഭിക്കാതെ നിരാശപ്പെട്ട് മടങ്ങുകയും ബഹുമാനപ്പെട്ട സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന കുഞ്ഞിന് സഫാ മർവന്റെ ഇടയിലുള്ള ഒരു ഭാഗത്ത് കടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ കടത്തിയ സ്ഥലമാണ്, മഹാനവറുകളെ കടത്തിയ ഭാഗമാണ് ഇന്ന് ബിഇറു സംസം കിണർ സ്ഥിതി ചെയ്യുന്നത്. സഫാ മർവ കുന്നിന്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കയറുന്ന ഹജറ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു പ്രാവശ്യം സഫാ കുന്നിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് അല്ലാഹു തആല ഒരു നല്ല വെള്ളം, ഒരു ദ്രാവകം, അല്ലെങ്കിൽ ഒരു മരുന്ന്, അല്ലെങ്കിൽ അതിന് ഭക്ഷണം, ഏത് പേരിൽ പറഞ്ഞാലും സംസം വെള്ളത്തിനക്ക് തെറ്റ് വരികയില്ല. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മാഉ സംസമ ലിമാ ശുരിബ ലഹു. സംസം വെള്ളം അതെന്തിനു വേണ്ടിയാണോ നാം കുടിക്കുന്നത് അതതിനുള്ളതാണ്. ഒരാൾ ദാഹം തീരണമെന്നുദ്ദേശിച്ചാൽ മാഉ സംസം കൊണ്ട് ദാഹം തീരും. മറ്റൊരാള് എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, മാവു സംസം കുടിച്ച് വിശപ്പ് അകറ്റട്ടെ എന്ന് മനസ്സിലാക്കിയാൽ അയാളുടെ വിശപ്പ് തീർക്കാൻ കഴിയും. മറ്റൊരാള് മാവു സംസം കൊണ്ട് എന്റെ രോഗം സുഖപ്പെടണമെന്ന് ഉദ്ദേശിച്ചാൽ അയാളുടെ രോഗം സുഖപ്പെടും. വേറെ ഒരാള് എന്റെ ഈമാന് പൂർണ്ണമാകണം, എന്റെ ഈമാന് രക്ഷപ്പെടണം, അതിന് ഞാൻ മാവു സംസം കുടിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചാൽ അയാൾക്കത് സാധിച്ചേക്കും. ഇങ്ങനെ ഏതൊരു കാര്യമാണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ഇതുകൊണ്ട് സാധിക്കുമെന്ന് ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മയിൽപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അന്ന് ബഹുമാനപ്പെട്ട ഹാജറ ബീവി എങ്ങാനും വെള്ളത്തിനോട് സംസം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഭൂമി ലോകത്തുള്ള എല്ലാ ദിക്കിലും മൂലയിലും യഥാർത്ഥത്തിൽ സംസം വെള്ളം എത്തുകയും മുഴുവൻ മനുഷ്യർക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ആവശ്യത്തിനും അതിനപ്പുറവും ഈ ഒരു സംസം വെള്ളം മാത്രം മതിയായിരുന്നു. അല്ലാതെ ആർക്കും കിണർ കുടിക്കുകയോ വേറെ എന്തെങ്കിലും ജലസേചന പദ്ധതികൾ ഏർപ്പെടുത്തുകയോ ഒന്നും ആവശ്യമില്ലാതെ ഈ ഒരൊറ്റ സംസം കിണറിലുള്ള വെള്ളം ഭൂമിയുടെ നാനാഭാഗത്തേക്കും എത്തുമായിരുന്നു. പക്ഷേ അതിന്റെ പവർ കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാജറ ബീവി പറയുന്നു, ഇത് എല്ലായിടത്തേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും എത്തേണ്ടതല്ല എന്ന് മനസ്സിലാക്കി വെള്ളമേ നീ ഇവിടെ തന്നെ ഒതുങ്ങി നിൽക്കുക എന്ന് ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ അന്ന് പറഞ്ഞത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സംസം വെള്ളം അവിടെ തന്നെ ആകാനുള്ള കാരണം. ഇനി നമ്മൾ ചിന്തിക്കുക, 4000 ചില്ലാനം വർഷങ്ങളായ ഈ കിണറ് സാധാരണ ഒരു കിണർ പോലെയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് യഥാർത്ഥത്തിൽ സംസം കിണർ സൗദി ഗവൺമെന്റ് മൂടിയിട്ടുള്ളത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു 3-4 തവണ സംസം കിണർ നേർക്കുനേരെ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്ത വർഷങ്ങളിലാണ് അത് മൂടിയിട്ട് ഇപ്പൊ കാണാൻ കഴിയാത്ത രൂപത്തിലാണ്. പുതുതായി ഹജ്ജിന് പോകുന്ന ഒരു ഹാജിക്ക് സംസം കിണർ എവിടെയാണെന്നോ അതിന്റെ ആകൃതിയും രൂപവും എന്താണെന്നോ യഥാർത്ഥത്തിൽ ഒരു ഭാവന പോലും അയാൾക്കുണ്ടാകുകയില്ല. മതാഫിൽ തന്നെ മഖാം ഇബ്രാഹിമിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രൂപത്തിൽ കുറച്ചപ്പുറത്തൊരു സ്ഥലത്ത് സംസം കിണറിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളും, എന്നിട്ട് പുരുഷന്മാർക്ക് ഒരു ഭാഗത്തിലൂടെ ഇറങ്ങാനും സ്ത്രീകൾക്ക് മറ്റൊരു ഭാഗത്തിലൂടെ ഇറങ്ങിച്ചെല്ലാനും അവിടെ ഒരുപാട് വെള്ളത്തിന്റെ കുടിക്കാനുള്ള സൗകര്യങ്ങളും ജാറുകളുമൊക്കെ അന്ന് മത്താഫിന്റെ ഉള്ളിൽ ഏർപ്പെടുത്തിയിരുന്നു. ഞാൻ പലപ്പോഴും അവിടെ ചെന്ന് സംസം വെള്ളം കുടിക്കുകയും
ബിർ സംസം, കിണറ് നേർക്കുനേരെ നോക്കി കാണുകയും ഗ്ലാസ് കൊണ്ട് ഫ്രെയിം ചെയ്ത പ്രത്യേകമാകുന്ന നമ്മുടെ നാടൻ കിണർ പോലത്തെ ഒരു കിണർ, അതിൽ 4-5ഓളം വരുന്ന മോട്ടോറുകൾ ഇറക്കിയിരുന്നു. എന്നിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം. അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുകയും സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ദുആയും, ദുആക്ക് 10 സ്ഥലങ്ങളിൽ ഇജാബത്തുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനമായ ഒരു സ്ഥലവും തന്നെയാണ് സംസം കിണറ്റിന്റെ അടുത്ത് നിന്ന് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞത് കാണാം. അവിടെ വെച്ച് ദുആ ചെയ്യാനും ഒക്കെ മുമ്പ് സൗകര്യമുണ്ടായിരുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ ആ സംസം കിണർ എവിടെയാണെന്ന് പോലും ഒരു പുതിയ ഹജ്ജിന് വരുന്ന ഹജിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ഐഡിയയും ഈ വിഷയത്തിൽ ലഭിക്കുകയില്ല. ഏതായാലും ഇരിക്കട്ടെ, നമുക്ക് ആ ഭാഗം മാറ്റിവെക്കാം. ആ സംസം കിണറ്റിന്റെ വെള്ളം അല്ലാഹു തആല അന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിയുടെ കാലിന്റെ ബറക്കത്ത് കൊണ്ട്, ആ കാലിന്റെ മുഅ്ജിസത്തായി കൊണ്ടാണ് അല്ലാഹു തആല ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. 4000 ചില്ലാനം വർഷങ്ങൾ അത് പിന്നിട്ടിട്ടും ഇന്നേ വരെ ആ സംസം കിണറ്റിൽ വെള്ളമില്ല, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഈ വർഷം സംസം വെള്ളം കിട്ടാതെ ഹാജിമാര് തിരിച്ചു വരേണ്ടി വന്നു എന്ന വാർത്തകളൊന്നും ഇന്നേ വരെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ കഅബാലയത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദാ ലിൽ ആലമീൻ. അല്ലാഹു തആല പറയുന്നു, ലോകത്ത് ആദ്യമായി കൊണ്ട് അല്ലാഹു സ്ഥാപിച്ചതാകുന്ന പരിശുദ്ധമാകുന്ന കേന്ദ്രം, മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സമ്മാനിച്ചതാകുന്ന കേന്ദ്രം, അത് ലല്ലദീ ബിബക്കത, ബക്ക എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള, ബക്ക എന്ന് പറഞ്ഞാലും മക്ക എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ സ്ഥലമാണ്. ഖുർആനിൽ ഒരുപാട് പേരുകൾ കഅബാലയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഒരു പേരാണ് മക്കനെ കുറിച്ചുള്ള, മറ്റൊരു പേരാണ് ബക്ക എന്ന് പറയുന്നത്. ബക്ക എന്ന സ്ഥലത്ത് അല്ലാഹു തആല സ്ഥാപിച്ചതാകുന്ന പരിശുദ്ധമാകുന്ന കേന്ദ്രം, ആ കേന്ദ്രം മുബാറകം വഹുദാ, ജനങ്ങൾക്ക് അതിലൊരുപാട് ബറക്കത്തുണ്ട്. മറ്റൊന്നതില് മാർഗ നിർദ്ദേശമുണ്ട്, സന്മാർഗമുണ്ട് എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഫീഹി ആയാതും ബയ്യിനാതുൻ, നിരവധി ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധമാകുന്ന കഅബാലയത്തിൽ നിങ്ങൾക്കുണ്ട്. അതിന്റെ പുറമെ രണ്ടാമത് ആ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ചിലതിനെ അല്ലാഹു എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ മഖാമു ഇബ്രാഹിം, ഒന്ന് ഇബ്രാഹിം മഖാമാണ്. ഇബ്രാഹിം മഖാമിനിക്ക് പ്രത്യേകമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അതിൽ പഠിക്കാനും ഉൾക്കൊള്ളാനുമുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞത് കാണാൻ കഴിയും. ആ മഖാമു ഇബ്രാഹിം പരിശുദ്ധ കഅബാലയത്തിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അത് അല്പം ഇങ്ങോട്ട് നീക്കിയിട്ടുള്ളത്. മുമ്പ് ചരിത്രത്തിൽ കാണാം, പരിശുദ്ധമാകുന്ന കഅബാലയത്തിനോട് നേർക്കുനേരെ ചേർന്ന് നിൽക്കുന്നതായിരുന്നു മഖാം ഇബ്രാഹിം. ആ മഖാം ഇബ്രാഹിം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അന്ന് ജനങ്ങൾക്ക് തവാഫിന് ബുദ്ധിമുട്ട് വന്നപ്പോ ആ മഖാം ഇബ്രാഹിം ഒരല്പം ഇങ്ങോട്ട് മുന്നോട്ട് നീക്കി വെച്ചതാണ് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അത് ആ സ്ഥലത്ത് തന്നെയാണ്, ഉമർ റളിയല്ലാഹു അൻഹു നീക്കിയ സ്ഥലത്ത് തന്നെയാണ് എന്ന് യഥാർത്ഥത്തിൽ മഖാം ഇബ്രാഹിം നിലനിൽക്കുന്നതും. എന്തായാലും ആ മഖാം ഇബ്രാഹിമിനെ അല്ലാഹു ഒരു ലിഫ്റ്റ് പോലെ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് കഅബാലയത്തിന് ഓരോ കല്ലുകൾ വെച്ചുകൊണ്ട് പടുത്ത് പണി ഉയർത്തുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തോട് നിർദ്ദേശിക്കുന്നു, ഓ ഇബ്രാഹിമേ, നിങ്ങൾ ഈ കേന്ദ്രത്തിലേക്ക് ലോകത്തുള്ള മനുഷ്യനെ, ഖിയാമത്ത് നാൾ വരെ ഉള്ള മനുഷ്യരെ നിങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കണം. നിങ്ങൾ അവരോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണം. അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കഅബാലയത്തിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ് ജബൽ അബി ഖുബൈസ്. ഇന്ന് ജബൽ അബി ഖുബൈസിന്റെ മുഴുവൻ ഭാഗവുമില്ല, അതിന്റെ 4 ഭാഗവും തകർക്കപ്പെടുകയും കുറഞ്ഞ ഭാഗം മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ആ ഭാഗത്തിന്റെ മീതെയാണ് ഫഹദ് ബിൻ അബ്ദുൽ അസീസിന്റെ കൊട്ടാരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. ആ കൊട്ടാരമുള്ള ആ പർവ്വതം, ഉയർന്ന ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതം, അതിന്റെ മുകളിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറുകയും എന്നിട്ട് അവിടെ നിന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യനോടും ഖിയാമത്ത് നാൾ വരെ ഉള്ള മനുഷ്യനെയും ജിന്നിനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതാ കഅബാലയത്തിലേക്ക് വിളിക്കുകയാണ്. വഅദ്ദിം ഫിന്നാസി, അല്ലാഹു പറയുന്നു,
ഓ ഇബ്രാഹിമേ, നിങ്ങൾ ജനങ്ങളെ മുഴുവനും വിളിക്കുക. എന്തിന്? പരിശുദ്ധമാകുന്ന കഅബാലയത്തിന്റെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നിങ്ങൾ മുഴുവൻ ജനങ്ങളെയോടും വിളിച്ചു പറയുക. ഇബ്രാഹിം നബി പറയുന്നു, ഓ ജനങ്ങളെ, ഞാൻ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഭൗതിക ലോകത്തെ ഒന്നാമത്തെ പള്ളി, ഒന്നാമത്തെ കേന്ദ്രമായ കഅബാലയത്തിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. ആ പണി പൂർത്തീകരിച്ചു. നിങ്ങളെല്ലാവരും ഇനി നാനാഭാഗത്തു നിന്നും കഅബാലയത്തിലേക്ക് ഹജ്ജിന് വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോ അതാ കാൽനടയായിക്കൊണ്ടും വാഹനം കയറിയവരായിക്കൊണ്ടും കഅബാലയത്തിലേക്ക് ജനങ്ങൾ എത്തുമെന്ന് അല്ലാഹു പരിശുദ്ധമാകുന്ന ഖുർആനിൽ പറഞ്ഞു. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വളരെ ദൂരദിക്കിൽ നിന്ന് ജനങ്ങൾ കാൽനടയായിക്കൊണ്ടും വാഹനം കയറിയവരായിക്കൊണ്ടും ഒക്കെ കഅബാലയത്തിലേക്ക് വരുമെന്ന്. സുബ്ഹാനല്ലാഹ്, അതെല്ലാം സാക്ഷാത്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിയാളം ആര് കേൾക്കുന്നുവോ ഖിയാമത്ത് നാൾ വരെ ഉള്ള മനുഷ്യരെ അല്ലാഹു കേൾപ്പിക്കുകയാണ്. ഇവിടെയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് വിളിച്ചു പറഞ്ഞത് ഒരു മൈക്കിലൂടെയല്ല, അല്ലെങ്കിൽ ആധുനിക എന്തെങ്കിലും ഒരു സംവിധാനത്തിലൂടെയല്ല. ഒന്നും കണ്ടുപിടിക്കാത്ത കാലഘട്ടം, 4000-ലേറെ കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനവറുകൾ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്. ആ സമയത്ത് ജീവിച്ചിരിപ്പുള്ള മനുഷ്യരും ഉമ്മാന്റെ ഗർഭാശയത്തിലുള്ള മനുഷ്യനും അതുപോലെ മനുഷ്യരുടെ ഉപ്പയുടെ മുതുകില് നിലകൊള്ളുന്ന ബീജത്തുള്ളിയും ഒരു നിലക്കും സൃഷ്ടിക്കപ്പെടാത്തവർ വരെ, റൂഹുകൾ വരെ എല്ലാം വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മറുപടി കൊടുക്കുന്നു. ഇബ്രാഹിം നബിയോട് പറഞ്ഞ ഒരൊറ്റ വാചകമാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. സാധാരണ നമ്മൾ മന്ത്രമായി ഉപയോഗിക്കാറുണ്ട്. ഹജ്ജിന് പോകുന്നവരെ ഹാജിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹജ്ജിന് ഇഹ്റാം ചെയ്തത് മുതൽ അയാൾക്ക് ചെല്ലൽ ഏറ്റവും സുന്നത്തായ ദിക്റാണ്, ഏറ്റവും നല്ല ഒരു അമലാണ്. അയാൾ സദാ സമയവും ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട ഒരു വാചകമാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഈ പദം അതാ അന്ന് ജീവിച്ചിരിപ്പുള്ളവരും അല്ലാത്തവരും ഇബ്രാഹിം നബിയോട് മറുപടി കൊടുക്കുന്നു. ഓ അല്ലാഹുവേ, ഇബ്രാഹിം നബിയെ കൊണ്ട് നീ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് കഅബാലയത്തിലേക്ക്, ഞങ്ങളത് കേട്ടിട്ടുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിയാളത്തിന് ഞങ്ങൾ കേട്ടുത്തരം ചെയ്യുന്നു, പിന്നെയും ഞങ്ങൾ അതിന് മറുപടി തരുന്നു എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞ ഒരു അനുഭവമാണ് അന്ന് ഇബ്രാഹിം നബിക്കുള്ളത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് കേൾക്കുകയും ആരെല്ലാമാണോ ക്ഷണം സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കുകയും എല്ലാം ചെയ്യുകയാണ്. അങ്ങനെ ജബൽ അബീ ഖുബൈസിൽ നിന്ന് അവിടുന്ന് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് താഴോട്ടിറങ്ങുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുറെ കാര്യങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് പരിശുദ്ധ ഖുർആൻ ശരീഫിൽ പറഞ്ഞത് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ തന്നെ അവിടെ വെച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ആദ്യമായി അല്ലാഹു തആലയോട് പറഞ്ഞിട്ടുള്ളത്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞാനും എൻ്റെ മകനാകുന്ന ഇസ്മാഈലും കൂടെ ഈ പരിശുദ്ധമാകുന്ന കഅബാലയത്തിന്റെ പുനരുദ്ധാരണം എന്ന കർമ്മം നിർവഹിച്ചിട്ടുണ്ട്, നീ അത് സ്വീകരിക്കണേ അല്ലാഹുവേ. എൻ്റെ ഹജ്മാരെ, ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ഊന്നിക്കൊണ്ടൊരു കാര്യം ഓർമ്മയിൽ പ്പെടുത്തട്ടെ. ഇബ്രാഹിം നബി സ്ഥാപിച്ച കഅബാലയത്തിലേക്ക് പോകുന്ന ഞാനും നിങ്ങളും അവിടെ എത്തുമ്പോൾ ചിന്തിക്കേണ്ടതും നാം ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതും, അല്ലാഹുവേ, ഞാനിതാ വളരെ ദൂരദിക്കിൽ നിന്ന് നിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധമാകുന്ന കഅബാലയത്തിൽ വന്ന് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് പോകുകയാണ്, നീ അത് സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ ഒരു ലക്ഷ്യമായിരിക്കണം നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോഴാണ് നമ്മുടെ ഹജ്ജ് ഫലവത്താകുന്നത്. അപ്പോഴാണ് നമ്മുടെ ലക്ഷക്കണക്കിന് രൂപ നാം ചെലവാക്കുന്നത്, ഉപകരിക്കുന്നത് അപ്പോഴാണ്. നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ ഇതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടണമല്ലോ. അല്ലാഹുവിന്റെ ഹബീബാകുന്ന മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സ്വർഗം മാത്രമാണ് ഹജ്ജിനിക്ക് പ്രതിഫലം നൽകുക.
എന്നവിടെന്ന് പറഞ്ഞെങ്കിൽ ആ സ്വർഗാവകാശിയാകണല്ലോ ഞാൻ. 100% എന്റെ ഹജ്ജ് ശരിയാകുന്നെങ്കിൽ ഞാൻ എന്റെ ഉമ്മ പ്രസവിക്കപ്പെട്ട ദിനത്തെ പോലെ ദോഷമുക്തനാകുമല്ലോ. ഇതെല്ലാം എനിക്ക് കിട്ടണം എന്നുള്ള ചിന്തയും ഇബ്രാഹിം നബിയുടെ ആദ്യമായി അവിടെ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകളെ കർമ്മങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ എന്ന് മഹാനവറുകൾ അവിടെ നിന്നതാ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ മഹാനവറുകൾ അതിനോടനുബന്ധമായി പല പ്രാർത്ഥനയും നടത്തിയിട്ടുണ്ട്. അതെല്ലാം വിശുദ്ധ ഖുർആനിലുമുണ്ട്. ഒന്ന് വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി. ഈ മക്ക പ്രദേശം ജനങ്ങൾ താമസിക്കാത്ത സ്ഥലമാണ്, ഈത്തപ്പന പോലും ഇല്ലാത്ത സ്ഥലമാണ്. ഈ സ്ഥലത്തേക്ക് നാനാഭാഗത്തു നിന്നും പല ഇനത്തിലുള്ള പഴങ്ങളെ നീ കൊണ്ടുവരികയും അതിവിടെ ഇറക്കുമതി ചെയ്യുകയും എന്നിട്ട് ജനങ്ങളെ ഭക്ഷിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അന്ന് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഈത്തപ്പന പോലും മുളക്കാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ അള്ളാഹു സ്വീകരിക്കുകയാണ്. അതിന്റെ സാക്ഷാത്കാരമാണ് നാനാ നാടുകളിൽ നിന്നും ഇന്നും മക്ക പ്രദേശത്തേക്ക് ഈത്തപ്പഴയും അതുപോലെ മുന്തിരിയും അതുപോലെയുള്ള നിരവധി പഴവർഗ്ഗങ്ങൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അതന്ന് ഇബ്രാഹിം നബി ദുആ ചെയ്തതാണ്. ദുആ ചെയ്യാനുള്ള കാരണം എന്ത്? ഇതുപോലെ ശൂന്യാവസ്ഥയിലായിക്കൂടാ. ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഇവിടെ വന്നു പോകുമ്പോൾ അവർക്കെല്ലാം സുലഭമാകണം. അവർക്ക് ഏത് ഭക്ഷണവും വേണം, അവർക്ക് ഏത് പഴവർഗ്ഗങ്ങളും വേണം. അതിനു വേണ്ടിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അത് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. അതേ സമയത്ത് റസൂലുള്ള പോയിരുന്ന സ്ഥലത്ത് പള്ളിയായിക്കൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്നത്. റസൂലുള്ളയുടെ ബറക്കത്ത് കൊണ്ട് റസൂലുള്ള പോയിരുന്ന ഭാഗങ്ങൾ പള്ളിയാകുകയും അബൂജഹലിൻ്റെതാകുന്ന ദുസ്വഭാവവും അവൻ്റെതാകുന്ന ഗുരുത്തക്കെടും കാരണം കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അവനിരുന്ന ഭാഗങ്ങളിലൊക്കെ ടോയ്ലറ്റുകളായി മാറുകയും ചെയ്യുന്നത് മറ്റൊരു വശമാണ്. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത് ആ പരിശുദ്ധമാകുന്ന കഅബാലയത്തിലേക്ക് 1,24,000 അമ്പിയാക്കൾ ചെന്നുകൊണ്ട് കർമ്മം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയം നിറഞ്ഞ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, നമ്മുടെ ഖൽബിൽ വല്ലാത്ത ഒരു മാറ്റം, വല്ലാത്തൊരു തഖ്വ ഖൽബിന്റെ അടിത്തട്ടിൽ നിന്ന് നമുക്ക് ഉത്ഭവിക്കണം. ആ സമയത്ത് ചിന്തിക്കണേ, ഹജ്ജിന് പോകുന്ന മുമ്പേ നമ്മുടെ നിസ്കാരം മുഴുവൻ ഖളാ ഉണ്ടെങ്കിൽ ഖളാ വീട്ടണം. എന്തെങ്കിലും തെറ്റുകളുണ്ടോ പൂർണ്ണമായി നമ്മൾ തൗബ ചെയ്യണം. അതിന്റെ പുറമെ ആർക്കെങ്കിലും വല്ല ഹക്കുകളും കൊടുക്കാനുണ്ടോ അത് കൊടുത്ത് വീട്ടണം. ആരെ കൊണ്ടെങ്കിലും മാപ്പ് ചോദിക്കേണ്ടതുണ്ടെങ്കിൽ മാപ്പ് പറയണം. ഇങ്ങനെ എല്ലാ സെറ്റപ്പുകളും പൂർത്തിയാക്കി എന്നിട്ട് നമ്മൾ നല്ല മനസ്സോടെ, ഒരു ഒഴിഞ്ഞ മനസ്സോടെ ഞാൻ അള്ളാഹുവിലേക്കാണ്, അവന്റെ കേന്ദ്രത്തിലേക്കാണ്, അള്ളാഹു എന്നെ ക്ഷണിച്ചിട്ടുള്ള പോകുകയാണ്, ഈ ഒരു ബോധം നമ്മുടെ ഖൽബിലുണ്ടാകുകയും എന്നിട്ട് നമ്മൾ ഹജ്ജിനുള്ള എല്ലാ സെറ്റപ്പുകളും ഒരുക്കങ്ങളും പൂർണ്ണമായി നാം നടത്തുക. ഒന്ന് ഹലാലായ, ഹാഫിദ് ബിൻ ഹജർ റഹ്മഹുല്ല, ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്, ഹാഫിദ് ബിൻ ഹജർ റഹ്മഹുല്ല പറഞ്ഞിട്ടുണ്ട്, ഹലാലായ സമ്പത്തിൽ നിന്ന് മാത്രമാകണം നിന്റെ ഹജ്ജ് നീ ചെയ്യേണ്ടത്, നീ ഉംറ നിർവഹിക്കേണ്ടത്. അതുപോലെ നീ എല്ലാ കാര്യങ്ങളും പൊരുത്തപ്പെടിപ്പിക്കണം. അള്ളാഹുമായി വല്ല ഹക്കുകൾ ഉണ്ടെങ്കിൽ അത് മുഴുവനും വീട്ടിയവനാകണം. ജനങ്ങളുമായി വല്ല കടമയുണ്ടെങ്കിൽ അത് വീട്ടിയവനാകണം. എന്നിട്ട് എല്ലാ സെറ്റപ്പോടുകൂടെ ഇപ്പോഴേ നമ്മൾ തയ്യാറാകുക. ഒരു പക്ഷേ അർഹമുർറാഹിമായ റബ്ബ് എനിക്ക് തരുന്ന ഒരൊറ്റ സന്ദർഭം, ഏക സന്ദർഭമായിരിക്കും ഈ ഹജ്ജ്. ഇനി എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് മറ്റൊരവസരത്തിൽ എനിക്ക് ഇനിയും ഹജ്ജിന് പോകാമെന്നോ അന്ന് എനിക്ക് തൗബ ചെയ്യാമെന്നോ അള്ളാഹുവോട് മാപ്പ് പറയാമെന്നോ പറഞ്ഞ് നമ്മൾ നീട്ടിവെക്കരുത്. ഒരു പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അള്ളാഹു തന്ന ഏക സന്ദർഭം ഇത് മാത്രമായിരിക്കും എന്നുള്ള ബോധത്തോടുകൂടി പൂർണ്ണമായി നാം ഈ ഹജ്ജ് ഉൾക്കൊള്ളുകയും വിശുദ്ധമാകുന്ന മക്കയിലേക്ക്, ജിദ്ദ എയർപോർട്ടിലേക്ക് 4 ചില്ലാനം മണിക്കൂറുകൾ കൊണ്ട് നമ്മളതാ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ്. അവിടെ ചെന്ന് നമ്മുടെ മുത്തവഫിന്റെ വാഹനം നമ്മെ കൊണ്ടുപോകാൻ വേണ്ടി വരും. അവരുടെ മബ്രൂക്ക് ഹജ്ജ് ഗ്രൂപ്പിന്റെ 200ഓളം വരുന്ന ഹാജിമാരെ കൊണ്ടുപോകാൻ 4 ബസ്സുകൾ ഇൻഷാ അല്ലാഹ് അവിടെ നമ്മെയും പ്രതീക്ഷിച്ചുകൊണ്ട് പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. ആ സമയത്താണ് നാം അവിടെ ഇറങ്ങുന്നത്. നമ്മുടെ ബാഗേജുകളൊക്കെ നാം തന്നെ വളരെ കൂടുതൽ സൂക്ഷിക്കുകയും രേഖകളൊക്കെ ഇൻഷാ അല്ലാഹ് അതിന്റെ ഓർഗനൈസർമാരും അതിന്റെ വളണ്ടിയർമാരും നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരികയും ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞ് നാം ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മുത്തവഫും അവരുടെ ആളുകളും കൂടെ നമ്മെ ഏറ്റ് സ്വീകരിക്കുകയും
4 ബസ്സിലായിക്കൊണ്ട് നാം കയറി. അതാ AC ബസ്സിൽ കയറി മുത്തവഫിന്റെ ഓഫീസിൽ ചെന്ന് അവിടെ നിന്ന് നമ്മുടെ റൂമിലേക്ക് എത്തിച്ച് നാം നമ്മുടെ റൂമിൽ ചെന്നുകൊണ്ട് അല്പം ഒന്ന് ഇഹ്റാമിന്റെ ഡ്രസ്സിലായിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് നമ്മൾ കയറുമ്പോ തന്നെ നാം ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് 2 തുണിയാണല്ലോ. ഞാൻ ആ ഭാഗത്തേക്ക് അതിന്റെ മസാലപരമായ കാര്യങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഇറങ്ങി വരുന്നുണ്ട്. അത് മറ്റൊരു ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യും. പുരുഷന്മാർ 2 തുണി മാത്രം, ഒരു തുണി എടുക്കുകയും മറ്റൊരു തുണി പുതക്കുകയും ചെയ്യുന്നതാണല്ലോ ഇഹ്റാമിന്റെ ഡ്രസ്സ് എന്നുള്ളത്. അതേ സമയത്ത് സ്ത്രീകൾക്ക് അവരുടെ മുഖവും മുൻകൈയും അല്ലാത്തതെല്ലാ ഭാഗങ്ങളും അവർക്ക് മറക്കാം. ഈ കോലത്തിൽ ഇഹ്റാമിന്റെ ഡ്രസ്സുകളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് മാറ്റുകയും നമ്മുടെ ഫ്ലൈറ്റിൽ കയറുകയും ഫ്ലൈറ്റ് അങ്ങോട്ട് ഉയർന്ന് സമനിലയിലേക്ക് എത്തി എന്ന് ബോധ്യപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് ആ സമയത്ത് നിങ്ങൾക്ക് ആധികാരികമായി നിങ്ങൾക്ക് ഫ്ലൈറ്റിന്റെ മൈക്ക് ഉപയോഗിച്ച് നിങ്ങളോട് ഞാൻ ആ വിഷയം ഓർമ്മയിൽപ്പെടുത്തും. ആ സമയത്ത് നിങ്ങൾക്ക് നിയ്യത്ത് വെച്ച് തരും. നിയ്യത്ത് വെച്ച് തരലാണ് ഇഹ്റാം. ഇഹ്റാമിന്റെ നിയ്യത്ത് എന്താണ്? നബൈത്ത്. അപ്പോ ഉംറന്റെ നിയ്യത്താണ് നമ്മൾ വെച്ച് തരിക. ഫ്ലൈറ്റ് അങ്ങോട്ട് ഉയർന്ന് സമനിലയിലേക്ക് എത്തിയാൽ നമ്മുടെ യാത്രക്ക് ഒരു നിലക്കും പിന്നോട്ട് വരേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നിയ്യത്ത് സമയത്താണ് വെച്ച് തരിക. നിയ്യത്ത് വെച്ച് തരുന്നത് ഹജ്ജിനല്ല, ഉംറയ്ക്ക് വേണ്ടിയാണ് നിയ്യത്ത് വെച്ച് തരിക. ഉംറന്റെ നിയ്യത്ത് എന്താണ്? ആദ്യമായിക്കൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ഉംറ നിർവഹിച്ചു, പിന്നെ നമ്മൾ ഒരുപാട് ഉംറകൾ പിന്നെയും നിർവഹിച്ചു. യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്ന കർമ്മങ്ങൾ അത് 5 ദിവസത്തിലോ 6 ദിവസത്തിലോ ഒക്കെ ഒതുക്കാൻ പറ്റുന്ന ഒരു ചെറിയ അമലാണ്. കുറെ മാസങ്ങൾ നമ്മൾ 45 ദിവസത്തോളം ഹജ്ജിന് വേണ്ടി എടുക്കാറുണ്ട്. ഈ 45 ദിവസത്തോളം നമ്മുടെ ഹജ്ജിന് നാം ഉപയോഗിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഉൾക്കൊള്ളുന്നത് 5 ദിവസങ്ങളിലാണ്. പിന്നെ ദുൽഹജ്ജ് മാസം 9, 10, 11, 12, 13 ദിവസങ്ങളിലാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്നത്. 9-ന് അന്ന് അറഫയിൽ നിൽക്കൽ. ആ അറഫയിൽ നിൽക്കുന്നതിന് മുമ്പ് നമ്മൾ ഇഹ്റാം ചെയ്യും. ആ 9-ന്റെ അന്ന് അറഫയും അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നമ്മൾ ജംറത്തുൽ അഖബക്കുള്ള ഏറ്, അതേപ്രകാരം അറഫ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ പിന്നെ മുസ്ദലിഫയിൽ ഇറങ്ങുന്നുണ്ട്. മുസ്ദലിഫയിൽ നിന്ന് നമ്മൾ അവിടെ മുസ്ദലിഫയിൽ ഇരിക്കുകയും അത് കഴിഞ്ഞിട്ട് ജംറത്തുൽ അഖബക്കുള്ള ഏറ്, അത് പ്രകാരം തവാഫ്, സഅയ് ഇതെല്ലാം നിർവഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് അത് വിശദമായ രൂപത്തിൽ അടുത്ത ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തുന്നു.